എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആവുന്നുള്ളത്. ഓക്കെ, നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്നത് ഹെൽത്ത് അല്ലെങ്കിൽ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഒരു സ്കേറ്റിംഗ് ഷൂ വീടുകളിൽ വെച്ചിട്ട് എങ്ങനെ അസംബിൾ ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു സ്കേറ്റിംഗ് ഷൂ അസംബിൾ ചെയ്യുന്നത് കാര്യങ്ങളെല്ലാം വഴിയെ കാണിച്ചു തരാം. എന്തായാലും ഞാനിപ്പോൾ പോകുന്നത് മലപ്പുറത്തേക്കാണ്. മലപ്പുറം ഞാൻ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് റാഷി എന്ന പേരിലൊരു ഫ്രണ്ട് മലപ്പുറത്ത് ഒരു സ്കേറ്റിംഗ് അക്കാദമി നടത്തുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു എന്താ പറയുക സ്കേറ്റിംഗ് ഷൂ നമ്മൾ അസംബിൾ ചെയ്യുന്നത്. എന്തായാലും എന്തൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങളെന്നെല്ലാം നമുക്ക് വഴിയെ കാണാം. എന്തായാലും നമുക്ക് പോവാം. ഇനി ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂട്ട് വാങ്ങണം. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഒരു വീല് അല്ലെങ്കിൽ ഈ ഒരു സ്കേറ്റിംഗ് ഷൂ അസംബിൾ ചെയ്യുന്നത് ബൂട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ബൂട്ട് വാങ്ങണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. നമുക്ക് എന്തായാലും ബൂട്ട് പോയി സെലക്ട് ചെയ്യാം. 2 ബൂട്ട് വാങ്ങുന്നുണ്ട്. എനിക്ക് അതുപോലെ തന്നെ എൻ്റെ വൈഫിനും വാങ്ങുന്നുണ്ട്. നമുക്ക് എന്തായാലും ബൂട്ട് പോയി സെലക്ട് ചെയ്യാം. അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം. സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വിഷ്വൽ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് റാഷിയുടെ വീട്ടിൽ വെച്ചിട്ട് കാണാം. ഞാനിപ്പോൾ മലപ്പുറം കൊണ്ടോട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും റാഷി സാറിൻ്റെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും നമുക്ക് റാഷി സാർ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടിയാണ്. ഇത് പ്രോപ്പർ കൊണ്ടോട്ടി ഉള്ള സ്ഥലമല്ലേ? ഓക്കെ, കൊണ്ടോട്ടിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലാണുള്ളത്. മലപ്പുറത്താണ്. അപ്പം എൻ്റെ കൂടെ ഉള്ളത് റാഷി സാറാണ്. റോക്ക് റോളർ സ്കേറ്റിംഗ് അക്കാദമി ഹെഡ് കോച്ചും അതുപോലെ തന്നെ ഫൗണ്ടറും കൂടിയാണ്. ഓക്കെ, നമ്മളെന്തായാലും ഈ ഒരു ഷൂ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കേറ്റിംഗ് ഷൂ അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് റാഷി സാറാണ് ഞങ്ങളെ സഹായിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്ന കാര്യം ഡീറ്റെയിൽസിലേക്കൊക്കെ എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അല്ലേ? വെറുതെ സമയം കളയണ്ട. നമുക്ക് നേരെ തന്നെ എങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകാം. എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അതിന് മുൻപ് ജസ്റ്റ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു ബൂട്ട് വാങ്ങിയിട്ടുണ്ട്. ആ ബൂട്ടിൻ്റെ മുകളിൽ സ്റ്റഡ് ഉണ്ട്. നമുക്കറിയാം ഫുട്ബോൾ കളിക്കുന്ന ബൂട്ടിന് മുകളിൽ എന്തായാലും സ്റ്റഡ് ഉണ്ടാവും. ഈ സ്റ്റഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കണം അല്ലേ സാർ? ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് പറയാൻ പറ്റുമോ? ഇത് സാധാരണ രീതിയിൽ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യും. അത് സുഖമാണ്. അല്ലെങ്കിൽ ഇതേപോലെ എക്സോബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം. ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്താൽ പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്ത് ചെയ്യും, ഉരുകി പോയിട്ട് അത് വൃത്തികേടായും. ഓക്കെ, അപ്പോൾ അതിന് നല്ലത് കുറച്ചൊന്ന് ടൈം എടുത്താലും എക്സോബ്ലേഡ് കട്ട് ചെയ്യുന്നത്. എക്സോബ്ലേഡ് കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ടല്ലേ? പക്ഷേ നല്ലത് എനിക്ക് തോന്നുന്നു ബ്ലേഡ് ആണെന്നില്ലേ? പക്ഷേ നല്ലതായിരിക്കും, ബ്ലേഡ് വൃത്തി ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ചേസ് ഈ ബൂട്ടിന് മുകളിൽ ഫിറ്റ് ചെയ്യണം. ഈ ബൂട്ടിന് ഹോൾ ഇട്ടതിന് ശേഷം നമ്മളിത് ഫിറ്റ് ചെയ്യുക. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ വീൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ബെയറിംഗ് ഉണ്ട്. ഈ ബെയറിംഗ് ആണ് ഇതിൻ്റെ സ്പീഡ് നിർണ്ണയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞു തരും. നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് കാണിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബൂട്ടിൻ്റെ സ്റ്റഡ് കട്ട് ചെയ്യാം. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം. സാറേ തുടങ്ങല്ലേ? ഓക്കെ, സ്റ്റഡ് എന്ത് ചെയ്യുക, താഴേക്ക് അടുപ്പിച്ച് കട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ അത് ഫിറ്റ് ചെയ്യുമ്പോൾ പ്രശ്നം വരും അല്ലേ? ഫിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ തട്ടി വെക്കും അത്. ഓക്കെ, ഇത് വിചാരം അത്ര എളുപ്പമല്ല അല്ലേ? നല്ല എളുപ്പമാണ്.
ഓക്കെ, ഇതേപോലെ എന്ത് ചെയ്യുക, ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കുക നല്ല വൃത്തിയായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കണ്ടോ, നമ്മളിപ്പം 2 സ്റ്റഡ് കട്ട് ചെയ്തു. ഇതുപോലെ എല്ലാ സ്റ്റഡും കട്ട് ചെയ്യണം. ഒരുപാട് ടൈം എടുക്കും. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ ഗ്രൈൻഡർ തന്നെ കുറച്ച് നല്ലത്. ഗ്രൈൻഡർ ആക്കി കഴിഞ്ഞാൽ അവിടെ പ്ലാസ്റ്റിക് ആണെങ്കിൽ, ഫൈബറൊക്കെ ആണെങ്കിൽ ഉരുകി വരും അല്ലേ, അത് ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ അത് അസുഖം. റബ്ബറിൻ്റെ ടൈപ്പൊക്കെ ഈ ടൈപ്പൊക്കെ ആകുമ്പോൾ അത് അസുഖം. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയുള്ള സ്റ്റഡും കൂടി കട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ പെയർ ബൂട്ടും കൂടി വരും. അല്ലാതെ തന്നെ അഞ്ചുവിൻ്റെ ഒരു ബൂട്ടും കൂടി ഉണ്ട്, അതും ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയുള്ള സ്റ്റഡ് കട്ട് ചെയ്യാം. പെട്ടെന്ന് കട്ട് ചെയ്ത് പോയി. അത് ബിബി വീട്ടിൽ പോയിട്ട് ചെയ്യും, ഇത് ഞാൻ ചെയ്യും. ഓക്കെ, കട്ട് ചെയ്തോ. അപ്പോൾ ഞങ്ങൾ ഈ ബൂട്ടിൻ്റെ സ്റ്റഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഈ ചേസ് ഇതിൽ ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബൂട്ടിന് ഹോൾസ് ഇടാണ് വേണ്ടത്. അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഹോൾസ് ഇടുന്നത് കറക്റ്റ് അതിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യണം ആദ്യം. ഈ ബൂട്ടിൽ സ്റ്റഡ് എടുത്ത ബൂട്ടിൽ കറക്റ്റ് ചേസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, എവിടെയാണ് ഹോൾസ് വരേണ്ടതല്ലേ മാർക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ സാർ എന്തായാലും ഈ ഹോൾസ് ഇടുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങിക്കോളും. ഞാൻ എന്തായാലും ഈ ഒരു ബൂട്ടും കൂടി സ്റ്റഡ് കട്ട് ചെയ്യാം. അത് വളരെ നന്നാവും. ഓക്കെ, എന്നാൽ ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റഡ് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പോവാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമ്മൾ ചേസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണം. ഓക്കെ, ഹോൾസ് ഇടുന്നതിന് വേണ്ടിയിട്ട്. യെസ്, ഹോൾസ് ഇടുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. ഓക്കെ, അതിന് മുന്നായിട്ടൊരു കാര്യം, നമ്മൾ ഇതിൻ്റെ ഷൂവിൻ്റെ ലേസൊക്കെ ഒന്ന് അഴിച്ചു മാറ്റണേ. ഓക്കെ, ഇത് എന്തിനാണെന്ന് വെച്ചാൽ ലേസ് അഴിച്ചു മാറ്റി ഇതിൻ്റെ ഉള്ളിലെ സോളുണ്ട്, ഇൻസോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കണം. കാരണം ഡ്രില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇൻസോൾ കൂടി ഹോളായിട്ട്. അപ്പോൾ അതിൻ്റെ പകരം എന്ത് ചെയ്യുക, അത് ഒഴിവാക്കിയിട്ട് ഫ്രീ ആയിട്ടിടുക. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും മാർക്ക് ചെയ്യാം അല്ലേ, ഹോൾസ് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങളിതിൽ ഹോൾസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രില്ല് ചെയ്യണം. നമ്മൾ എന്തായാലും ഈ മാർക്ക് ചെയ്ത ഭാഗമെല്ലാം ഡ്രില്ല് ചെയ്യാൻ പോവാണ്. ചെയ്താലോ? ഓക്കെ. ഹോൾസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്ക്രൂവും അതുപോലെ തന്നെ ഒരു വാഷർ ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ സ്ക്രൂ ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും സ്ക്രൂ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം അല്ലേ. വരുന്നുണ്ടോ? ഓക്കെ, ഇതുപോലെയാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക താഴേക്ക്. ഓക്കെ, അതിലേക്കാണ് നമ്മൾ ചേസ് പിടിപ്പിക്കുക അല്ലേ. ചേസ് ഇതിലേക്കാണ് പിടിപ്പിക്കുക സ്ക്രൂ. അപ്പം നമ്മൾ ഈ ബൂട്ടിലിട്ടത് 6 ഹോൾസാണ്. ആ ഹോൾസിലേക്ക് നമ്മൾ സ്ക്രൂസ് കയറ്റി കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ ഇതിൽ നമ്മളിനി ചെയ്യേണ്ടത് ഈ ചേസ് ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ബോൾട്ട് ഇട്ടിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ.
അപ്പോൾ നമ്മളൊന്ന് വെച്ച് നോക്കാം അല്ലേ കറക്റ്റ് ആണോ എന്നുള്ളത്. അത് കറക്റ്റായിട്ട് നമ്മൾ ഏകദേശം ഹോൾസ് ഇടാൻ വേണ്ടി കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുമോ എന്നുള്ളത് അറിയില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മളൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇതിൽ വെക്കണം. ഈ ഹോൾ നമ്മൾ മാർക്ക് ചെയ്ത് എന്താ ഇതിങ്ങനെ കറക്റ്റായിട്ട് അതാ ഫിറ്റായിട്ട് വരും. അതെ, എന്നിട്ട് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യണം. ഓക്കെ, എന്ത് പിടിച്ചാൽ വേണേൽ ഒരു വാഷർ ഇട്ട് കൊടുക്കും കേട്ടോ. വാഷിൻ്റെ ആവശ്യമുണ്ടോ? വാഷിൻ്റെ ആവശ്യം ഇല്ല, എന്നാലും ഒന്ന് ഇട്ടെടുക്കുക വേണം. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഞങ്ങൾ ഈ ഒരു ചേസ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വാഷർ ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ബോൾട്ട് ഇട്ട് കൊടുത്തു. നമ്മളിത് നന്നായിട്ട് സ്പാനർ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഊരി പോരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ ഈ ബൂട്ടിലിപ്പം ചേസ് കംപ്ലീറ്റ് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ക്രൂസ് നന്നായി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീൽ ഇതിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീൽ ഫിറ്റ് ചെയ്യുന്നതിന് മുൻപ് ബെയറിംഗ് ഫിറ്റ് ചെയ്യണം. അതെ, ഇതിലേക്ക് വേണ്ട ബെയറിംഗ് ഫിറ്റ് ചെയ്യണം. ഈ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ സ്പീഡ് നിർണ്ണയിക്കുന്ന ഈ ഒരു ബെയറിംഗ് ആണ്. ഇത് പല ടൈപ്പിലുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു ബെയറിംഗ് ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം വീല് ഈ ചേസിലേക്ക് ഫിറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് ബെയറിംഗ് ഫിറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ബെയറിംഗ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കറക്റ്റ് നേരെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, നേരെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ വീലിൻ്റെ രണ്ട് സൈഡിലും ബെയറിംഗ് ഫിറ്റ് ചെയ്യണം കേട്ടോ. ഈ സൈഡിലും ബെയറിംഗ് ഫിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും ബെയറിംഗ് ഫിറ്റ് ചെയ്യണം. ഒരു വീലിന് 2 ബെയറിംഗ് വരും. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വീല് ഈ ഒരു ചേസിൽ ഫിറ്റ് ചെയ്യണം. ചേസിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വാഷർ നമുക്ക് ആവശ്യമുണ്ട്. എത്ര വാഷർ വേണമെന്നുള്ളത് ഓരോ വീലിനനുസരിച്ചാണ്. വാഷർ ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ വീൽ ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വാഷർ ഇട്ടതിന് ശേഷം ഈ ഒരു വീൽ ഇതിൽ ഫിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളെന്തായാലും ഒരു വാഷർ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വീല് ഫിറ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു വീൽ ഇതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ചേസിൻ്റെ മുകളിൽ ഒരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യണം. അതന്നെ, വീല് തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് നമ്മൾ ക്ലോസ് ചെയ്യണം ഈ ഒരു വീല് ഫിറ്റ് ചെയ്തതിന് ശേഷം. ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ലോക്ക് ആകണ്ടോ. അപ്പം വീലിന് തെറിച്ച് പോവില്ല, ക്ലോസ് ആയി. ഒന്നെന്തായാലും നമ്മൾ സക്സസ് ആയി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അടുത്ത വീല് ഫിറ്റ് ചെയ്ത് നോക്കാം. ഒരു വാഷർ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ഒരു വീല് ഇതിലേക്ക് കൊടുക്കുന്നു, ലോക്ക് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെയാണ്. ഇതിനൊരു വാഷർ ആവശ്യമുള്ളൂ, അധികം ലൂസൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബാക്കി 2 വീല് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഒരു ഷൂവിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരു ഷൂവും കൂടി ചെയ്യാനുണ്ട്. അതിൻ്റെ ഷെഡ് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പണിയുണ്ട്. എന്നാൽ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഒന്ന് റോൾ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ റോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പെയറുണ്ട്. അതും സ്റ്റഡ് കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ ചെയ്യണം. സ്റ്റഡ് കട്ട് ചെയ്യാനാണ് കുറച്ച് ടൈം എടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻസോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ സ്ക്രൂസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസോൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇൻസോൾ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലേസും ഇതിലേക്ക് കിട്ടി കൊടുക്കണം. നമുക്ക് എന്തായാലും അടുത്ത ഷൂ കൂടി ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആയിട്ട് തോന്നുന്നത് എനിക്ക് ഈ സോള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഗ്രൈൻഡർ ആണെങ്കിൽ പെട്ടെന്ന് കഴിയും. കുറച്ചുകൂടി പെട്ടെന്ന്. കുറച്ച് റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് ഗ്രൈൻഡർ കൊണ്ട് കട്ട് ചെയ്യായിരുന്നു ഏറ്റവും നല്ലത്.
ആയിരുന്നു അല്ലേ? പ്ലാസ്റ്റിക് ആകുന്ന സമയത്ത് തന്നെ ഒരുക്കി പോകുന്ന പ്രശ്നം വരിക. പ്ലാസ്റ്റിക് ആകുമ്പോൾ ചൂടായിട്ട് ഒരുക്കും, അപ്പോൾ വൃത്തികേടായിട്ട് ഫീൽ ആവും. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കി പിന്നെ ഈ ഒരു ഹോള് മാർക്ക് ചെയ്യുന്ന കുറച്ചൊരു റിസ്ക് ഉണ്ട്, പക്ഷേ അത് വലിയ കുഴപ്പമില്ല. കുറച്ചും കൂടി പ്രശ്നമായിട്ട് തോന്നുന്നത് എനിക്ക് സോള് കട്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്ത ഷൂവും കൂടി ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഷൂവും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഷൂ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒന്നാമത് ചെയ്തപ്പോൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്, പിന്നെ വീണ്ടും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിചാരിച്ചതിനേക്കാൾ നന്നായി ചെയ്യാൻ പറ്റില്ലേ? ഇതിൽ നമ്മൾ ആകെ ഒരു പ്രശ്നം വന്നത്, അതെ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ. നമ്മൾ ആദ്യം വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. രണ്ടാമതാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി പെട്ടെന്ന് കട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും രണ്ട് ഷൂ നന്നായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഷൂ ഒന്ന് ഇട്ടതിന് ശേഷം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നല്ല കംഫർട്ടായിട്ടുള്ളൊരു ബൂട്ടാണ് നമ്മൾ വാങ്ങിച്ചത് അല്ലേ? അടിപൊളി ബൂട്ടാണ്, നല്ല കംഫർട്ടാണ്. ഇട്ട് കഴിഞ്ഞാലും കുറച്ച് ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വെയിറ്റ്ലെസ് ആണ്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കംഫർട്ടായിട്ടുള്ള ഒരു ബൂട്ട് തന്നെയാണ്. കഴിഞ്ഞപ്പോൾ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. അതിന് മുൻപ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്കേറ്റിംഗ് ഷൂസൊക്കെ അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാറെ അക്കാദമിനെ കോൺടാക്ട് ചെയ്താൽ മതി. റോക്ക റോളർ സ്കേറ്റിംഗ് അക്കാദമിയാണ്, മലപ്പുറത്താണ് ഇവരെ വരുന്നത് അല്ലേ? ഹെഡ് ഓഫീസ് വരുന്നത് മലപ്പുറത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ഞാൻ തരാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ള വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് നോക്കാം. അപ്പോൾ ഏതായാലും ഈ സ്കേറ്റിംഗ് ഷൂ ഒക്കെ അസംബിൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു റാഷി സാർ, താങ്ക് യു. അപ്പോൾ നമുക്ക് എന്തായാലും സ്കേറ്റിംഗ് ഷൂവിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതുപോലുള്ള ഹെൽമെറ്റ് തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം, അതുപോലെ ഗ്ലൗസ് തീർച്ചയായിട്ടും ധരിച്ചിരിക്കണം. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും എൽബോ പാഡ് അതുപോലെ തന്നെ നീ പാഡ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. ഓക്കെ. നമുക്ക് എന്തായാലും ഹെൽമെറ്റ് ധരിക്കാം. പിന്നെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ബീച്ചിലാണുള്ളത്, അതുകൊണ്ട് തന്നെ ഇൻ്റർലോക്കാണ് ഇവിടെ ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരിക്കലും സ്ട്രെയിറ്റ് അല്ല, ചില സ്ഥലങ്ങളിൽ ഉയർന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ വീല് ലോക്കാവാനുള്ള സാധ്യതയുണ്ട്, ബാലൻസ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടുതലായിട്ട് നല്ല രീതിയിൽ പൂഴിയുണ്ട്, അവിടെയും വീല് ലോക്കാവാനും ബാലൻസ് പോയിട്ട് വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫ്ലോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഫ്ലോറും അതുപോലെ തന്നെ നല്ല ഫ്ലോറും തിരഞ്ഞെടുക്കുക. നല്ല കോൺക്രീറ്റ് ഉള്ള ഫ്ലോറൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആവുന്നുള്ളത്. ഓക്കെ. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം തന്നെയാണ് അവിടെ ഉള്ളത്. ഇൻ്റർലോക്ക് സ്ട്രെയിറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്, അവിടെ വീല് കൊള്ളുന്ന സമയത്ത് ബാലൻസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബീച്ച് ആയതുകൊണ്ട് നല്ല രീതിയിൽ മണലുണ്ട്, അവിടെയും വീല് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് റോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ സ്കേറ്റിംഗ് ഷൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ വീല് നല്ല രീതിയിൽ റോൾ ആവുന്നുണ്ട്, നല്ല സ്പീഡുണ്ട്, കുറഞ്ഞ എഫേർട്ട് തന്നെ കൂടുതൽ മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു മേഖലയാണ് സ്കേറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഷൂ വാങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഷൂ ഡയറക്റ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ വീല് വേറെ വാങ്ങിയിട്ട് അസംബിൾ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബൂട്ടിൽ ഇത് കംഫർട്ടായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന സമയത്ത് വീല് സ്റ്റക്കായി പോകാനും താഴെ വീണ് ഇഞ്ചുറി പറ്റാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ സേഫ്റ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ബിബി സൈനിങ് ഓഫ്.